വാഗ്ദത്തം തന്നത് ദൈവമാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ തകർന്നു വീണാലും വാഗ്ദത്തം നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാ. അതിനെ അട്ടിമറിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുവിനെ കാണാൻ ഗ്രീക്കുകാര് ചെന്നപ്പോ കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പോസ് എന്നു പറഞ്ഞു, കർത്താവേ, യവനായര് അങ്ങേ കാണാൻ വന്ന് നിൽക്കുന്നു. അപ്പൊ യേശു പറഞ്ഞു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു ഗോതമ്പ് മണിക്കകത്ത് എത്ര ഗോതമ്പ് മണി ഉണ്ടെന്ന് ഇന്ന് വരെ ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ പ്രകൃതിക്ക് അതിനകത്തെ ജീവനെ പുറത്തെടുക്കണമെങ്കിൽ അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. എത്ര നാൾ വേണേലും അലമാരിയിൽ അതിനെ സൂക്ഷിച്ചു വെക്കാം, ജീവൻ പുറത്തു വരത്തില്ല. ജീവൻ പുറത്തെടുക്കണമെങ്കിൽ അതിനെ മണ്ണിൽ നിക്ഷേപിക്കണം. നിക്ഷേപിക്കാനേ നമുക്ക് പറ്റൂ. അതിനകത്തെ ജീവൻ പുറത്തെടുക്കുന്നത് പ്രകൃതിയാ. എങ്ങനെയാ? കൃത്യമായ ചൂടും കൃത്യമായ തണുപ്പും കൃത്യമായ മഴയും കൃത്യമായ വെയിലും ആ ഗോതമ്പിന്റെ മേൽ പ്രകൃതി പ്രയോഗിക്കുന്നു. ഏതെങ്കിലും ഒന്നിന്റെ അളവ് കൂടിയാൽ ജീവൻ പുറത്തു വരത്തില്ല, അത് കെട്ടുപോകും, നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ പ്രകൃതിക്കൊരു വിത്തിനകത്തെ ജീവനെ പുറത്തെടുക്കാൻ കൃത്യമായ നിയമങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി വാഗ്ദത്തത്തിന്റെ ജീവൻ അകത്തുള്ള ദൈവമക്കളോടാണ് ഞാൻ പറയുന്നത്. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ സമയത്തെ അട്ടിമറിക്കാൻ, അതിനെ മാറ്റിമറിക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുത്തോ. നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി, കുടുംബത്തെ നോക്കി, സഭയെ നോക്കി ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് UP സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ റൂമിൽ ചെന്നാൽ, ഇപ്പൊ സ്കൂൾ തുറന്നല്ലോ, ഏതെങ്കിലും ഒരു ഭിത്തിയിൽ ഒരു ഒട്ടിയിൽ കാണാം ഒരു പേപ്പർ, ടൈം ടേബിൾ. ഇത്രാമത്തെ പീരീഡ് മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇങ്ങനെ അവരെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ഉള്ളിൽ ഇതുപോലൊരു ടൈം ടേബിൾ സ്വർഗം വെച്ചിട്ടുണ്ട്. കിളിർക്കാൻ ഒരു സമയമുണ്ട്, പുഷ്പിക്കാൻ ഒരു സമയമുണ്ട്, ഫലം കായ്ക്കാൻ ഒരു സമയമുണ്ട്. ആ സമയത്തെ അട്ടിമറിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ പറയണമെന്ന് കരുതിയ കാര്യങ്ങളല്ല സ്വർഗം ഇപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആരോ ഇതിനകത്ത് ഞരങ്ങുന്നുണ്ട്. എന്റെ സമയമായില്ലേ? യേശു പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, അതിനൊരു സമയമുണ്ട്. ആ സമയം വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദാവീദ്